ബോർഡ് എക്സാമുകളും എൻട്രൻസ് എക്സാമുകളുമൊക്കെ അടുത്ത് വരികയാണ്. നിങ്ങളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ പ്രയാസമാണ് എന്നൊക്കെ കരുതുന്ന വിദ്യാർത്ഥികളോട് ഞാനൊരു റിയൽ ലൈഫ് സ്റ്റോറി പറയാം. നിങ്ങളുടെ ആഗ്രഹത്തെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനും അതിനനുസരിച്ച് ഇനിയുള്ള സമയങ്ങളിൽ ആത്മാർത്ഥമായി പഠിക്കാനും നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ജീവിതം. പത്മശ്രീ ഡോക്ടർ പ്രേമ ധനരാജ്. ഈ പത്മശ്രീയും ഡോക്ടറേറ്റും ഒക്കെ ലഭിക്കുന്നതിന് മുൻപുള്ള ഒരു പ്രേമ ധനരാജ് ഉണ്ട്. അന്ന് ഈ സമൂഹം ഒരുപാട് ഒറ്റപ്പെടുത്തിയ, പേടിയോടുകൂടി നോക്കുന്ന ഒരു നിഷ്കളങ്കയായ ബാലികയായിരുന്നു പ്രേമ. ചെറിയ ജീവിത ചുറ്റുപാടുകളിൽ വളർന്ന ആ കുട്ടി തൻ്റെ കുഞ്ഞുനാൾ മുതലേ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ബാല്യം മുതലേ തന്നെ എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞു വളരുന്ന ഒരു കുട്ടി. ഡോക്ടർ പ്രേമയുടെ ജീവിതത്തിലെ ആ കറുത്ത ദിവസം എത്തുന്നത് അദ്ദേഹത്തിൻ്റെ 8ാം വയസ്സിലാണ്. എട്ടാം വയസ്സിൽ വീട്ടിലെല്ലാവർക്കുമായി കാപ്പി ഉണ്ടാക്കുന്നതിനിടെ സ്റ്റൗ പൊട്ടിത്തെറിച്ച് മാരകമായ പൊള്ളലേൽക്കുന്നു. മിനിറ്റുകൾക്കകം തൻ്റെ ചുണ്ടും മൂക്കും കഴുത്തുമെല്ലാം പൊള്ളലേറ്റ് മുഖത്തു നിന്നും മാറി ഒരു ഇറച്ചി കഷ്ണം പോലെ തൂങ്ങി നിൽക്കുകയാണ്. ഇത് കണ്ട് ഓടി വന്ന ആ അമ്മയുടെ നെഞ്ചു പൊട്ടി. പ്രേമയെ തൻ്റെ ഇരു കൈയിലും താങ്ങിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ആ അമ്മ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് കുറവാണെന്നും ആദ്യം കൊണ്ടുചെന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്നും അവർ CMC വെല്ലൂരിലേക്ക് എത്തുകയാണ്. 50% പൊള്ളലേറ്റ് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോഴും എൻ്റെ വേദന എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചു തരണേ ഈശ്വര എന്ന് പ്രേമ പ്രാർത്ഥിക്കും. പിന്നീട് നിരവധി സർജറികൾ ഡോക്ടർമാർ പറഞ്ഞു. ഓപ്പറേഷന് മുൻപായി കഴുത്തിലൂടെ ഓക്സിജൻ ട്യൂബ് ഇറക്കാനായിട്ട് ഡോക്ടേഴ്സ് 2 ദിവസം ശ്രമിച്ചു. കാരണം പൊള്ളലേറ്റ് തൂങ്ങിയ തൻ്റെ സ്കിന്ന് ഏകദേശം നെഞ്ച് വരെ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന്. എൻ്റെ മകളുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ മൂകമായി നിൽക്കുന്ന ഒരുപാട് ഡോക്ടർമാരുടെ മുഖം ആ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. മനസ്സ് വിങ്ങിപ്പൊട്ടി പ്രേമയുടെ അച്ഛൻ അമ്മയുടെ അടുത്ത് വന്ന് പറയുമത്രേ, പ്രതീക്ഷയുടെ ഒരു ചെറിയ കണിക ഇപ്പോഴും അവളിൽ അവശേഷിക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അത്രേ. പക്ഷേ ആ അമ്മ അച്ഛൻ്റെ കണ്ണിൽ നിന്നും ഇത് വെറും ആശ്വാസവാക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കി. കാരണം ഡോക്ടർ പറഞ്ഞു എന്ന ആ കള്ളം അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ആ അച്ഛൻ വിങ്ങിപ്പൊട്ടി കരയുമത്രേ. നിറകണ്ണീരോടെ ആ അമ്മ ആ ഹോസ്പിറ്റലിലെ ഒരു ചാപ്പലിലേക്ക് കയറി ചെന്നു. അമ്മ ഉറക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അല്ല, ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തിരിച്ച് തരണേ സർവേശ്വര എന്ന്. അവൾ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ ഞാൻ അവളെ ജനങ്ങളുടെ സേവനത്തിനായി സമർപ്പിക്കുമെന്ന്. ആ സന്നിധിയിൽ വെച്ച് അമ്മ ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യുകയാണ്, അവളൊരു നല്ല ഡോക്ടറായി ഈ ദൈവസന്നിധിയിൽ തന്നെ കൈകൂപ്പിയെത്തും. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിനെ കൈവടിയില്ലേ എന്ന്. അന്ന് ഉരുകിപ്പിടിച്ചിരുന്ന പ്രേമയുടെ കഴുത്തിലൂടെ ആദ്യമായി ഓക്സിജൻ ട്യൂബ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. പ്രേമയ്ക്ക് ജീവൻ തിരികെ ലഭിച്ചു. പക്ഷേ മുഖം അത് സമൂഹത്തിലെ ചില മനുഷ്യരുടെ കണ്ണുകളിൽ മാത്രം വികൃതമായിരുന്നു. പ്രശസ്ത സർജൻ ഡോക്ടർ LBM ജോസഫ് പ്രേമയുടെ മുഖത്തിൻ്റെ ഓരോ ഇഞ്ചും പുനർനിർമ്മിച്ചെങ്കിലും തൻ്റെ പഴയ മുഖമല്ല ഇപ്പോഴെന്ന് സമൂഹം പ്രേമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. 3 വർഷത്തെ ആശുപത്രിവാസത്തിന് ശേഷം സ്കൂൾ ജീവിതം പുനരാരംഭിക്കാനായി പ്രേമ ബാംഗ്ലൂരിലേക്ക് മടങ്ങി. 58 സർജറികൾ കഴിഞ്ഞ അവളുടെ പൊള്ളലേറ്റ മുഖം ക്ലാസ്സിലെ വലിയ ചർച്ചാ വിഷയമായി. സ്കൂളിലെ തൻ്റെ കൂട്ടുകാരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും തന്നെ നോക്കിയിരിക്കുന്നത് പഴയ പോലെ ആയിരുന്നില്ല. പേടിയോടെ അറപ്പോടെയൊക്കെയായിരുന്നു അവരുടെ നോട്ടം. അതുകൊണ്ട് സ്കൂൾ കാലഘട്ടം വളരെ സ്വകാര്യമായി പൂർത്തിയാക്കുകയാണ് പ്രേമ. പണ്ട് കുഞ്ഞിലെ കണ്ണാടിയുടെ മുന്നിൽ പോയി മുടി ഇങ്ങനെ 2 സൈഡിലേക്ക് ചീകിയിട്ട് ഒരു പൊട്ടുകുത്തി, ദേ ഇന്ന് എൻ്റെ മോള് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്ന് പറയുന്ന അച്ഛൻ വീട്ടിലെ എല്ലാ കണ്ണാടിയും ഊരി ഒളിപ്പിച്ച് വെക്കുകയാണ്. സ്വന്തം ബന്ധുക്കളായ കുഞ്ഞു കുട്ടികൾ വരെ ഓടിക്കോ, ദേ പ്രേതം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രേമയെ കാണുമ്പോൾ കളിക്കും. അവർക്ക് അന്നതൊരു കളിയായിരുന്നെങ്കിലും
പ്രേമയ്ക്ക് അതിനെ അങ്ങനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. 1 വർഷത്തിന് ശേഷം പ്രേമ ഒരിക്കൽ കണ്ണാടിയിൽ തൻ്റെ മുഖം കാണുകയാണ്. പ്രേമ പൊട്ടിക്കരഞ്ഞു. പ്രേമയ്ക്ക് ദേഷ്യം വന്നു. പ്രേമ ഒരു കാരണവുമില്ലാതെ അമ്മയോടിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്തിനാ എന്ന് വരെ അമ്മയോടിങ്ങനെ ചോദിച്ച് വാവിട്ട് കരയും. മകളുടെ മുൻപിൽ ഒരിക്കലും കരയില്ല എന്ന് തീരുമാനിച്ച അമ്മ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ കണ്ണീർ ഉണങ്ങാൻ ക്ഷമയോടെ കാത്തിരുന്നു. എന്നിട്ട് ആ അമ്മ പ്രേമയോട് പറഞ്ഞു, ഇത് ഇനി നിൻ്റെ മുഖമാണ്. നീ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ഈ മുഖം മാറ്റാൻ ഇനി ആർക്കും കഴിയില്ല. പക്ഷെ നിൻ്റെ ജീവിതം അത് നിൻ്റെ കയ്യിലാണ്. അത് മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഈ വാക്കുകൾ പ്രേമയുടെ മനസ്സിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതായിരുന്നില്ല. വേദനകൾക്കെല്ലാം ഇടയിലും 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ പ്രേമ കഷ്ടിച്ചാണ് വിജയിക്കുന്നത്. എന്നാൽ ഉരുകിയ മുഖവും ഉരുകാത്ത മനസ്സുമുള്ള പ്രേമ പിന്നീട് ആത്മാർത്ഥമായി പഠിക്കാൻ തുടങ്ങി. പിന്നീടും നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയമായിക്കൊണ്ടേയിരുന്നു. പണ്ട് പൊള്ളലേറ്റ് മരിക്കാൻ കിടന്നപ്പോൾ അമ്മ സർവേശ്വരന് കൊടുത്ത ആ വാക്ക്, ഡോക്ടറാകാമെന്ന വാക്ക്, അത് മാത്രമായിരുന്നു പിന്നീടുള്ള പ്രേമയുടെ ലക്ഷ്യം. ഹൂബ്ലി മെഡിക്കൽ കോളേജിൽ നിന്ന് 1980 MBBS ബിരുദം നേടി. തൻ്റെ മുഖം ആദ്യമായി സർജറി ചെയ്ത് തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പ്രശസ്ത സർജൻ ഡോക്ടർ LBM ജോസഫിൻ്റെ കീഴിൽ വെല്ലൂരിലെ CMCയിൽ ജോലിക്ക് പോയി. ഇരുവരുടെയും ജീവിതത്തിലെ ഒരു നിർണായകമായ നിമിഷമായിരുന്നു അത്. ലുധിയാനയിലെ CMCയിൽ നിന്ന് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ വൈദഗ്ധ്യം നേടി 1980 CMC വെല്ലൂരിലേക്ക് സർജനായി മടങ്ങിയെത്തുകയാണ്. അങ്ങനെ ദൈവത്തോടുള്ള അമ്മയുടെ വാക്ക് നിറവേറ്റുന്നു. All of us have ambitions and all of us have wishes that we want to do this, we want to do this in our life. In Isaiah 55 verse 8, God says, "My ways and my thoughts are much higher than your ways and your thoughts." മെഡിക്കൽ ഫ്രണിറ്റിയിലെ ഏറ്റവും വിജയകരമായ ശസ്ത്രക്രിയാ വിദഗ്ധരിൽ ഒരാളായാണ് പ്രേമ ഇന്നറിയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റ രോഗികളുള്ള എത്യോപ്യയിലെ ജനങ്ങൾക്കായി ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. എത്യോപ്യയിലെ ഡോക്ടർമാരെ പരിശീലിപ്പിക്കാൻ എത്യോപ്യൻ നോർവീജിയൻ അധികാരികൾ പ്രേമയെ ക്ഷണിക്കുകയും എത്യോപ്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജനെ പരിശീലിപ്പിക്കുകയും ചെയ്തു. US-മായി സഹകരിച്ച് ഡോക്ടർ പ്രേമ മെഡിക്കൽ മേഖലയിലെ ഒരുപാട് നീക്കങ്ങൾക്ക് തുടക്കമിട്ടിട്ടുമുണ്ട്. ഇന്ത്യയിൽ പൊള്ളലേറ്റ മനുഷ്യരെ ചികിത്സിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സംഘടന അഗ്നിരക്ഷ എന്ന പേരിൽ ഒരു വലിയ പദ്ധതി പ്രേമ ആരംഭിക്കുന്നു. എണ്ണമറ്റത്ര രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നു. ചികിത്സ നൽകാനായി തുടങ്ങിയിരിക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം മാത്രം പേടിയോടുകൂടി നോക്കുന്ന മനോഹരമായ മുഖവും മനസ്സുമുള്ള കുറച്ച് സഹോദരിമാരാണ്. അന്ന് പൊള്ളലേറ്റ് തൻ്റെ മുഖമെല്ലാം വികൃതമായപ്പോൾ അതിൽ നിന്നും ഒരു തീ തൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി. ആ തീ ഇന്നും കെടാതെ കത്തി ജ്വലിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പത്മശ്രീ ബഹുമതി നൽകി ഇന്ത്യ ഒട്ടാകെ ഇന്ന് ഡോക്ടർ പ്രേമയെ ആദരിച്ചത്. ജീവിതത്തിലോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിലോ ഒക്കെ പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളോട് ഡോക്ടർ പ്രേമ ധനരാജ് പങ്കുവെച്ച ഒരു കൂട്ടുകൂടി ഞാൻ പറയാം. എത്ര പ്രയാസമായി തോന്നിയാലും റിയാലിറ്റിയെ ഫേസ് ചെയ്ത് ജീവിതത്തിൽ മുന്നേറാൻ തയ്യാറാവുക. മറ്റുള്ളവരുമായി സ്വയം കമ്പയർ ചെയ്യാതിരിക്കുക. വിഷമിക്കാനും സന്തോഷിക്കാനുമുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുക. താഴ്മയുള്ളവരായിരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. എന്നിട്ടിരുന്ന് ജീവിതമങ്ങ് ആസ്വദിക്കുക. എത്ര മനോഹരമായ വാക്കുകളാണല്ലേ മക്കളെ. ഇഫ് യു ആർ ദ ഫ്ലെയിം യു കാൺ ബി ബേൺഡ്. നിന്റെ ഉള്ളിലെ ലക്ഷ്യം തീ പോലെ ജ്വലിക്കുന്നതാണെങ്കിൽ നിന്റെ ലക്ഷ്യത്തെ ആർക്കും ഒന്നിനും ദഹിപ്പിക്കാനാവില്ല. ആത്മാർത്ഥമായിരുന്നു പഠിച്ചു. ഈ വർഷം അത് നിങ്ങൾ ഓരോരുത്തരുടെയും മാത്രമാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.